ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും സെൽഫ് കെയറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് അല്ലേ? നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ നമ്മൾ എത്ര പേര് ഹാബിറ്റ്സ് ശ്രദ്ധിക്കാറുണ്ട്? നമുക്കപ്പോൾ ഇന്ന് ജസ്റ്റ് കുറച്ച് നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് എത്ര ബിസി ആയിട്ടുള്ള ലൈഫിലും എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് പ്രധാനമായിട്ടും ജപ്പാൻകാരൻ്റെ 17 റൂൾസ് ആണ് കേട്ടോ. സെൽഫ് കെയറിന് വേണ്ടിയിട്ട് അവർ പാരമ്പര്യമായിട്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിൽ പലതും നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒക്കെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് എന്തൊക്കെ ആണ് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, മോർണിംഗ് വിത്ത് ഫ്രഷ് എയർ. നമ്മൾ രാവിലെ എണീച്ചതും ജനലൊക്കെ തുറന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള എയർ റൂമിലേക്ക് വരാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഫ്രഷ് എയർ വരുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ്, മൈൻഡും ഫ്രഷ് ആകും. ഇത് സിമ്പിളായിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ വെള്ളം അനുഭവിച്ച് മുഖവും കയ്യും കഴുകുക. നമ്മൾ സാധാരണ എന്താ പറയുക, വെള്ളം ഉപയോഗിച്ച് കയ്യും മുഖമൊക്കെ കഴുകുക അല്ലേ? ഇതെന്തുകൊണ്ടാണ് അനുഭവിച്ചതെന്ന് പറയുന്നത്? വെള്ളത്തിനൊരു എല്ലാതും ശുദ്ധീകരിക്കാനുള്ളൊരു ശക്തിയുണ്ട്. നമുക്കറിയാം അല്ലേ, നമ്മൾ എത്ര ബാഡായിട്ട് നമ്മൾ എത്ര വിഷമിച്ചിരിക്കുകയാണെങ്കിലും മുഖമൊക്കെ ഒന്ന് കഴുകി കഴിയുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും അല്ലേ? അപ്പോൾ അത് രാവിലെ നമ്മൾ മുഖവും കൈയും എല്ലാം കഴുകുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു ടച്ച് ചെയ്യുന്നത് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ട് കൂടി കഴുകുക. വെള്ളത്തിൻ്റെ തണുപ്പും സ്പർശമൊക്കെ നമുക്കിനെ പ്രസൻ്റ് ആയിട്ടുള്ള മൊമെൻറ്റിലേക്ക് കൊണ്ടുവരും. അടുത്തത്, മൂന്നാമത്തെ കാര്യം, സൂര്യപ്രകാശത്തിൽ കുറച്ച് നേരം നമ്മൾ സൺലൈറ്റിൽ സ്പെൻഡ് ചെയ്യുക. നമുക്കറിയാം അല്ലേ, മോണിലെ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല, നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീല് വരും. പിന്നെ ഒരു 5-10 മിനിറ്റൊക്കെ കൊള്ളുകയാണെങ്കിൽ വിറ്റാമിൻ ഡി അങ്ങനെ ബോഡിക്ക് നല്ലതാണ്. ബോഡിക്ക് മാത്രമല്ല, സൺലൈറ്റ് ആയിട്ട് നമ്മൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മൈൻഡിനും വളരെ നല്ലതാണ്. സൺലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് എനർജി തരും, അതുപോലെ തന്നെയാണ് മൈൻഡിന് മൂഡ്സൊക്കെ ബെറ്റർ ആക്കാനും ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ കാര്യം, വീടും പരിസരവും നമ്മുടെ റൂമും എല്ലാതും ക്ലീൻ ആക്കുക. ജപ്പാനിൽ പറയുന്നത് ക്ലീനിങ് ആസ് മെഡിറ്റേഷൻ എന്നാണ്. അതായത് ക്ലീനിങ് എന്ന് പറയുന്നത് അവരൊരു ജോലിയായിട്ടല്ല കാണുന്നത്, ഒരു മെഡിറ്റേഷൻ പോലെയാണ്. ചുറ്റുപാടും ക്ലീൻ ആയിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡും ഓട്ടോമാറ്റിക്കലി ആ ഒരു ഇതിൽ നല്ല കാമായിട്ട് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവർ കാണുന്നത് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്യൂട്ടി ആയിട്ടല്ല, ആസ് എ മെഡിറ്റേഷൻ, ഒരു മെഡിറ്റേഷൻ പോലെയാണ് കാണുന്നത്. ശരിയാണല്ലേ? നമ്മുടെ റൂമിലെ എല്ലാ കാര്യങ്ങളും ക്ലീൻ ആയിരിക്കുമ്പോൾ നമുക്ക് ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലല്ലേ കിട്ടുന്നത്. അപ്പോൾ അടുത്ത പോയിന്റ്, എല്ലാവരെയും നന്നായി ക്ലീൻ ആക്കി വയ്ക്കുക. അഞ്ചാമത്തെ പോയിന്റ്, ശരീരം ചൂടോടുകൂടി സംരക്ഷിക്കുക. അതായത് വാമായിട്ടുള്ള വാട്ടർ, വാമായിട്ടുള്ള ഫുഡ് ഇതൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ബോഡി ഒന്ന് വാമാക്കി വയ്ക്കുക. വാമാക്കി വയ്ക്കുമ്പോൾ പ്രധാനപ്പെട്ടത് ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ ഇമ്പ്രൂവ് ആവും, അതുപോലെ തന്നെ ഡൈജഷൻ ഇമ്പ്രൂവ് ആവും. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല ചൂടുള്ള വെള്ളവും ചൂടുള്ള ഭക്ഷണങ്ങളും പഴകിയതൊക്കെ ഒഴിവാക്കിയിട്ട് ഫ്രഷായിട്ട് ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. ഡൈജഷൻ ശരിയായാൽ തന്നെ നമ്മുടെ ഹെൽത്തിൻ്റെ മിക്ക പ്രോബ്ലംസും മാറുമല്ലോ. പിന്നെ ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ദിവസം കുറച്ച് സമയം സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് എന്ന് പറയുമ്പോൾ വലിയ എക്സസൈസ് ഒന്നും ചെയ്തില്ലെങ്കിലും കൈ റൊട്ടേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ മസ്റ്റായിട്ട് ഒരു ദിവസം കുറച്ച് സമയം ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ രാവിലെ എണീച്ചതോ അല്ലെങ്കിൽ വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ ഒക്കെ നമ്മുടെ ശരീരം ഫ്ലെക്സിബിൾ ആക്കിയിട്ട് എത്രത്തോളം വെക്കണോ അത്രത്തോളം തന്നെ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. നമ്മുടെ ബോഡി മൂവ്മെൻ്റൊക്കെ ഫ്ലെക്സിബിൾ ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു പോസിറ്റീവായിട്ടുള്ള ഹെൽത്ത് കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാനും എല്ലാറ്റിനും സഹായിക്കും. അപ്പോൾ നമ്മൾ ദിവസം കുറച്ച് സമയം രാവിലെ വൈകുന്നേരം ഒന്ന് ബോഡി സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. ഏഴാമത്തെ പോയിന്റ്, ഓരോ ജോലി നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യുക. ഇവിടെ കുറച്ച് ചെയ്തു, പിന്നെ അടുത്തത് കുറച്ച് ചെയ്തു, അങ്ങനെയെല്ലാം പകുതിയാക്കി വെക്കാതെ നമ്മൾ
ഒരു പണി തീർത്തതിന് ശേഷം മറ്റൊന്ന് ചെയ്യാം. ഒരു പണി ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ കോൺസെൻട്രേഷൻ അതിലേക്കായിട്ട് കൊടുക്കുക. ഇത് നമ്മൾ പലപ്പോഴും ചെയ്യാത്തതാണ് അല്ലേ. നമ്മളെല്ലാവരുടെയും തൊട്ട് കുറേശ്ശെ കേൾക്കും. പക്ഷേ ജപ്പാനീസ് തിയറി പ്രകാരം അവർ പറയുന്നത് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ഫുള്ളായി കോൺസെൻട്രേറ്റ് ചെയ്ത് ഫുള്ളായി ഫോക്കസ് ചെയ്ത് അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. 8ാമത്തെ പോയിന്റ് പറയുന്നത് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. നമ്മൾ റൂമിൽ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ, കഴിഞ്ഞ പൗഡറിൻ്റെ ഡപ്പ, പേസ്റ്റ് കഴിഞ്ഞത്, അതുപോലെ അങ്ങനത്തെ പൊട്ടിയ ചില സാധനങ്ങൾ, ഇതൊക്കെ പിന്നീട് കളയാം എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ല, ഉപയോഗം അശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്പം തന്നെ നമ്മൾ കളയുക. നമുക്ക് ചില സാധനങ്ങളോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും അല്ലേ. ഇത്രയും കാലം യൂസ് ചെയ്തതാണ്, അപ്പോൾ അതിപ്പോൾ തന്നെ കളയണോ, എന്തിനാ കളയണത് എന്നൊക്കെ വെക്കട്ടെ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വെക്കുമ്പോൾ തന്നെ കൂടുതൽ പീസ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ മാക്സിമം ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ അപ്പം തന്നെ ഒഴിവാക്കി വിടുക. പിന്നെ 9ാമത്തെ പോയിന്റ് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വരും, എല്ലാവരും ഒന്നില്ലെങ്കിൽ ടി വിയിൽ ഫോണിലൊക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ അയാൾക്കൊരു നെഗറ്റീവായിട്ടുള്ള ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ തന്നെ ഫുൾ അറ്റൻഷൻ ആൾക്ക് കൊടുക്കുക. സംസാരിക്കുമ്പോൾ ആൾക്ക് അറ്റൻഷൻ കിട്ടുന്നുണ്ട് എന്ന ആൾക്കൊരു ഫീൽ ചെയ്യണം. നമ്മൾ എടുത്ത് ശ്രദ്ധയോട് കൂടിയിട്ട് സംസാരിക്കുക. 10ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേച്ചറായിട്ട് കുറച്ച് അടുക്കുക. നമ്മൾ കുറച്ച് സമയം വൈകിട്ട് പച്ചപ്പ് നടന്ന സ്ഥലങ്ങളിലൂടെ അല്ലെങ്കിൽ കുറച്ച് നടക്കാനും, ഒന്നും ഇനിയിപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ പുറത്ത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള എയർ, ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ, നേച്ചറുമായിട്ട് കുറച്ചടുത്ത് നമ്മൾ നേച്ചറിലേക്ക് ഫോക്കസ് ചെയ്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. അടുത്ത പോയിന്റ് മനസ്സിനെ ഒന്ന് പോസ് ചെയ്യാം. നമ്മളെപ്പോഴും വർക്ക് ചെയ്തുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഓടി നടക്കുകയും അല്ലേ. അപ്പോൾ ഒരു ദിവസം കുറച്ച് സമയം ഒന്ന് പോസ് ചെയ്ത് ഒന്നും ചെയ്യാതെ നമ്മുടെ ബ്രീത്ത് മാത്രം ശ്രദ്ധിച്ച് അതിൽ മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് കുറച്ച് സമയം നമുക്ക് വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കുക. നമ്മളല്ലാത്തപ്പോൾ നമ്മുടെ തലയിൽ കൂടെ കുറേ ചിന്തകൾ കടന്നു പോകും. പോസിറ്റീവായി നെഗറ്റീവായിട്ടും കുറേ ചിന്തകൾ വരും. അതുപോലെ തന്നെ കുറേ പണികളുണ്ടാവും. കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിങ്ങനെ ഓട്ടപ്പാച്ചിലാവും അല്ലേ. അപ്പോൾ കുറച്ച് സമയം നമ്മളൊന്ന് പ്രേ ചെയ്യുക, അങ്ങനെയുള്ളവർക്കും നല്ലതാണ്. അപ്പോൾ ദൈവത്തിനോട് അത് മാത്രം എന്തായിട്ട് ബാക്കിയുള്ളതെല്ലാം ഓഫാക്കി കുറച്ച് നേരം ഒന്ന് പോസ് ചെയ്തിട്ടിരിക്കുക. നമ്മുടെ ബ്രീത്തിൽ മാത്രം ശ്രദ്ധിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് എല്ലാ ചിന്തകളും മാറ്റിയിട്ട് കുറച്ച് നേരം ഒന്ന് ഫോക്കസ് ചെയ്യുക. അടുത്ത പോയിന്റ്, നമ്മളിങ്ങനെ ചുറ്റും നോക്കിയാൽ തന്നെ പ്രകൃതിയിലെ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് കുഞ്ഞു കാര്യങ്ങൾ അതിൽ സന്തോഷം കണ്ടെത്തുക. ചെറിയൊരു പൂവ് വിരിയണമായിക്കോട്ടെ, ചെറിയൊരു കാറ്റ് വീശണമായിക്കോട്ടെ, അല്ലെങ്കിൽ വെറുതെ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, അങ്ങനെ രാത്രിയൊക്കെ സ്റ്റാറോ മൂണോ ഒക്കെ കാണുമ്പോൾ അങ്ങനെയൊക്കെ കുഞ്ഞു കാര്യങ്ങളിലൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. ഇതൊക്കെ നല്ലപോലെ ആസ്വദിക്കാനുള്ളൊരു മനസ്സുണ്ടാക്കുക. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മസ്റ്റായി ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്താലും ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. സ്വയം ഒരിക്കലും നെഗറ്റീവ് പറയരുത്. മറ്റുള്ള ആൾക്കാർ എന്ത് വേണമെങ്കിലും നെഗറ്റീവ് എങ്ങനെ വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ നമ്മളൊരിക്കലും നമ്മളതിനെ നെഗറ്റീവായിട്ട് പറയരുത്. കാരണം നമ്മുടെ വേർഡ്സിനൊക്കെ നല്ല പവർ ഉള്ളതാണ്. അപ്പോൾ എനിക്കത് ചെയ്യാൻ കഴിയില്ല, ഞാൻ അവിടെ തോറ്റു പോകും, അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. ഫുള്ള് പോസിറ്റീവായിട്ട് നമ്മളെക്കുറിച്ച് സെൽഫ് ഒരിക്കലും നെഗറ്റീവ് പറയരുത്, പോസിറ്റീവായി മാത്രം സംസാരിക്കുക. അടുത്ത പോയിന്റ്, സ്ലോലി ഈറ്റ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക. ഞാൻ മിക്കവാറും ചെയ്യാത്ത കാര്യമാണ് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ടിവിയുടെ മുന്നിൽ പോയിരിക്കും, ഫോണ് പിന്നെ അങ്ങനെ നോക്കാറില്ല, ചിലപ്പോൾ ടിവിയുടെ മുന്നിൽ പോയിരിക്കും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ ടിവിയും ഫോണൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ലപോലെ ആസ്വദിച്ച് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് മെല്ലെ കഴിക്കുക. അടുത്ത പോയിന്റ്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. ഓരോ ദിവസം ഒരു 3 കാര്യത്തിന് ദിവസം നന്ദി പറയുക. നമ്മൾ മിക്കവാറും വിചാരിക്കും, ഇപ്പം നമ്മുടെ ലൈഫിൽ എന്തപ്പം ഇത്ര നന്ദി പറയാനുള്ളത്, ഇപ്പം എന്തപ്പം ഉണ്ടായി. അങ്ങനെയൊന്നുമല്ല. നമ്മൾ 3 നേരം കഴിക്കുന്ന ഫുഡിന് തന്നെ ദിവസം ഫുഡ് തന്നതിന് നന്ദി പറയാം നമുക്ക്. അത് കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട്. അതുപോലെ നല്ല ഷെൽട്ടർ കിട്ടുന്നതിന്, വെള്ളം കിട്ടാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ
അങ്ങനെയൊക്കെ കുറേ ഇഷ്ടം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾക്ക്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഒരു 3 കാര്യങ്ങൾക്ക് ദിവസവും നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഹാപ്പിനെസ് വന്നുകൊണ്ടിരിക്കും. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള റുട്ടീൻ പാലിക്കുക. ഇപ്പോൾ റീഡിങ് ബുക്ക്, അല്ലെങ്കിൽ ദിവസം എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഒരു 4-5 കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി ഫോളോ ചെയ്യുക, ഇടയിൽ വെച്ച് ബ്രേക്ക് ചെയ്യാതെ. അത് തീർച്ചയായും നമുക്ക് വലിയ ചേഞ്ചസ് വരുത്തും. 2 ദിവസം ചെയ്തു, 3-ാമത്തെ ദിവസം നിർത്താതെ എല്ലാ ദിവസവും ഒരു കാര്യം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു 10-30 ഒരു മാസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിലുള്ള വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സെൽഫ് ഡെവലപ്മെൻറ്റിനോ അല്ലെങ്കിൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനോ, അങ്ങനെ എന്തിനാണ്, സ്റ്റഡി ഇമ്പ്രൂവ് ചെയ്യാനോ, ജോലിയിൽ വരുത്താൻ എന്താ മാറ്റം, അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും, അല്ലെങ്കിൽ ഡെയിലിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് ആ കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ദിവസം ഇന്നത് ചെയ്യും, 5 മിനിറ്റ് ഇന്ന കാര്യം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആ ദിവസം എല്ലാ ദിവസവും അത് ഫോളോ ചെയ്യാം. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക. നമ്മളെന്താ ചെയ്യുക? വൈകി കിടക്കും, വൈകി എണീക്കും, അല്ലേ? അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്രത്തോളം നേരത്തെ കിടക്കാൻ പറ്റുമോ അത്രത്തോളം നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക. നേരത്തെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്കൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്, അല്ലേ? അപ്പോൾ ആ ടൈമിൽ എക്സസൈസ് ചെയ്യാനും, അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് വായിക്കുകയാണെങ്കിലും, എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ആ ഒരു പോസിറ്റിവിറ്റി നമുക്കും കൂടി കിട്ടും, അല്ലേ? ബഹളമൊന്നുമില്ലാതെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു 10-17 പോയിൻ്റാണ് കേട്ടോ ജപ്പാൻകാർ സ്ഥിരമായിട്ട് അവർ പാരമ്പര്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഹാബിറ്റ്സാണ്. അത് സെൽഫ് കെയറിന് വേണ്ടിയിട്ട്. ഇതിൽ പലതും നമ്മൾ അറിഞ്ഞോ അറിയാതെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ട് മറന്നു പോകാതെ മാക്സിമം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക.